ഇരുനിറഞ്ഞ അന്തരീക്ഷത്തെ മാറ്റി കർത്താവേ, ദുഃഖത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റി കർത്താവേ, നിരാശയുടെ അന്തരീക്ഷത്തെ മാറ്റി കർത്താവേ, പ്രത്യാശയില്ലാത്ത അന്തരീക്ഷത്തെ മാറ്റിയപ്പ അങ്ങയുടെ പ്രത്യാശ അങ്ങയുടെ ജനത്തിന് അങ്ങ് കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കർത്താവേ, അങ്ങയുടെ മക്കളുടെ മേൽ പകരുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. വെളിച്ചം കടന്നു വരുന്നു, ഇരുൾ മാറി പോകുവാൻ ആരും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രവൃത്തി വെളിപ്പെടുമ്പോ, അങ്ങനെ സാന്നിധ്യം വെളിപ്പെടുമ്പോ എല്ലാ അന്ധകാരത്തിന്റെ പ്രവൃത്തികളോ എല്ലാം മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും മാറി പോകുന്നതിനായി നന്ദിയോടനകളെ സ്തുതിക്കുന്നു. ഇത് ലോകമെന്ന പിതാവേ, ഇത് ദൈവരാജ്യമാകയാൽ നന്ദിയോടനകളെ സ്തുതിക്കുന്നു. അതിന്റെ ഹൃദയത്തിലുള്ള ദൈവരാജ്യത്തെ ഈ ഭൗതിക മണ്ഡലത്തിൽ പ്രഖ്യാപിക്കുകയോ, ഈ ഭൗതിക മണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യുകയോ, അതിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെയോ എല്ലാ ദേശാത്തിന്റെ ശക്തികളെയോ ഓ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്, കൽപ്പിക്കുകയോ. ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവേ, ശുശ്രൂഷ അങ്ങയുടെ കൈകളിൽ ഇരിക്കുന്നുള്ളൂ. അങ്ങക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അങ്ങ് നയിച്ചാതെ, അങ്ങ് നടത്തിയാതെ അരിയങ്ങൾ അങ്ങയുടെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ്. അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങളുടെ പിജോമന കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹൃദയങ്ങളെ തുറന്നു കൊടുത്താൽ കർത്താവേ, അല്പസമയത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ ലോകവാസം അവസാനിക്കും. അതിനു മുമ്പ് അങ്ങനെ തിരികെ നാം മനസ്സിലാക്കും. അങ്ങ് ആഗ്രഹ ദിശയിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും സഹായിച്ചാൽ ശുശ്രൂഷയില് അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണുകൾ വീണ്ടും ഏൽപ്പിക്കും. സാന്തി കൂട്ടായിരിക്കാൻ സ്തോത്രം, മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു എല്ലാവരെയും പ്രാർത്ഥനാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവത്തിന്റെ സ്വരത്തിലൂടെ കേൾക്കുന്ന നിങ്ങളെ ഓർത്ത് ഇപ്പോഴായിരിക്കും മറ്റെല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾ വളരുമാറാകട്ടെ. അല്പ ദിവസങ്ങൾ മാത്രമുള്ള ഈ ഭൗതിക ജീവിത യാത്ര അത് ഫ്രൂട്ട്ഫുള്ളായി ഫലമുള്ളതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അപ്പോൾ ഫലമുള്ളവരായി ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയത്തില്ല. നമുക്ക് അകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അവസാനം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് പ്രഖ്യാപിക്കും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അറിയുന്നത് ഫലമുള്ളവരായി തീർന്നോ ഇല്ലയോ. തുടർന്ന് സ്വർഗത്തിലെ ദൈവം ഈ 3 ദിവസം, എക്സാക്ട് പറഞ്ഞാൽ 2.5 ദിവസം ഇവിടെ ചില പണികൾ തന്റെ വചനത്തിലൂടെ തന്റെ ആത്മാവിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പണി നടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ പുറത്തല്ല, ഈ പണി നടക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. പണി എന്നത് ഇവിടുത്തെ ദൈവദാസന്മാരാരുമല്ല, പണി എന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ പണിയാൻ കഴിവുള്ള ഒരു വ്യക്തിയും ഇതുവരെ ഇവിടെ ഈ പ്ലാനറ്റിൽ ജഡത്തിൽ ജനിച്ചിട്ടില്ല. ഒരാളെ ജനിച്ചിട്ടുള്ളൂ. ആ വ്യക്തി പോലും പണിയുന്നത് ദൈവത്തിന്റെ ആത്മാവിനല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ പണി നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പരിപാടി എന്താ? ഞങ്ങളുടെ എല്ലാ പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ കുറവ് നികത്തി കൊടുക്കുക. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദൈവത്തിന്റെ ആത്മാവിന് കുറവുണ്ടോ? ഈ പ്ലാനറ്റിൽ ആയിരിക്കുമ്പോൾ
നമ്മളുമായി ബന്ധപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കുറവുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ പോലെ ഭൗതിക ശരീരമില്ല. നമ്മളെ പോലെ ഭൗതിക ശരീരമില്ലാത്തത് കൊണ്ട് ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഇടപെടുവാൻ നേരിട്ട് കഴിയത്തില്ല. അപ്പോൾ ആത്മശരീരമുള്ള ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരുടെ ഉള്ളിൽ വസിച്ച് ദൈവദാസന്മാരുടെ ശരീരം ആ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കുന്നു. ഇതിന്റെ പേരാണ് ദൈവജനം പറയുന്ന ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ റിട്ടയർ ചെയ്ത ശരീരത്തെ അല്ല, അതായത് രോഗിയായ അവസാനം ലോകം മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷം കരിമ്പിൻചണ്ടി പോലെ ഉള്ള ആ ശരീരത്തെ അല്ല, യൗവനത്തിൽ തന്നെ ജീവനുള്ള ശരീരത്തെ പാപം ചെയ്തിട്ടില്ല, വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കണം. ഇതത്രേ ബുദ്ധിയുള്ള ആരാധന. നമ്മൾ ചിന്തിക്കുന്നത് കൈയടിക്കുന്നതും തുള്ളിച്ചാടുന്നതും ഒക്കെ ആ ആരാധനയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ബുദ്ധിയുള്ള ആരാധനയുണ്ട്. നിന്റെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കണം. എന്തിനാ കർത്താവ് എനിക്ക് ശരീരം മോനെ, എൻ്റെ ആത്മാവിന്റെ ലോകത്തിലുണ്ട്. എൻ്റെ ആത്മാവിന് നിന്നെ പോലെ ഒരു ഭൗതിക ശരീരമില്ല. നിന്റെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന് കൊടുത്താൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ ലോകത്തിൽ വെളിപ്പെടും. അങ്ങനെ സ്വർഗം നിങ്ങളുടെ ഭൂമിയിൽ ഇറങ്ങും. അത്രയും ബുദ്ധിയുള്ള ആരാധന. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ വരുവാനായിട്ട് ഇടയാകുന്നത് നമ്മിലൂടെ. അപ്പൊ ഈ സമയങ്ങളിൽ ഇവിടെ ദൈവദാസന്മാർ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ദൈവദാസന്മാരെ ശ്രദ്ധിച്ചാൽ ശുശ്രൂഷ എങ്ങനെ ഏത് തലത്തിലായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം നടപ്പിക്കുന്നത്. നിങ്ങളൊരു പല്ല് ഡോക്ടറെ അടുക്കൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രോഗിയുടെ വായിൽ പല്ല് ശുശ്രൂഷിക്കുന്നതൊന്നും നേഴ്സല്ല, പല്ല് ഡോക്ടറാണ്. ഗവൺമെന്റ് അംഗീകരിച്ച, ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത ആ പല്ല് ഡോക്ടർ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ പേഷ്യന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആ പല്ലിൽ ശുശ്രൂഷിക്കുമ്പോൾ തൊട്ടടുത്ത് ഒന്ന് രണ്ട് പേര് നിൽക്കും. ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? നേഴ്സുമാർ. ആ നേഴ്സുമാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇതാ ഡോക്ടർ കൈ നീട്ടുമ്പോൾ ആ പരിചയമുള്ള നേഴ്സിനറിയാം ഡോക്ടർ ഇങ്ങനെയാണ് കൈ നീട്ടിയത്. ആ നീട്ടിയത് ഇപ്പോൾ വെള്ളത്തിനായിട്ടാണ്, വെള്ളം കുടിക്കണം. വേറെ രീതിയിൽ കൈ നീട്ടിയത് അറിയാം. ഇപ്പോൾ കൈ നീട്ടിയത് ഇതാ വായിന്റെ ഉള്ളിൽ നിന്ന് ചില അഴുക്കുകൾ എടുക്കാൻ പാകത്തിലുള്ള നീഡിലിന് വേണ്ടിയാണ്. അപ്പോഴപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആ ഡോക്ടർക്ക് നേഴ്സ് എടുത്ത് കൊടുക്കുന്നത് പോലെ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ നിങ്ങളുടെ ഹൃദയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് അപ്പോഴപ്പോൾ ഹൃദയത്തിൽ ഇതാ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗ്രഹപ്രകാരം ഇതാ ദൈവദാസന്മാർ സംസാരിക്കും. ആ പണി നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് ഇത്. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന മനുഷ്യരെ ഒരുക്കുന്ന മീറ്റിംഗാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം. ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിലുള്ള അവിടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം നോക്കി ഉറപ്പിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അതില്ല എങ്കിൽ രണ്ടാമത് കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം നോക്കി ഉറപ്പിക്കണം ഇത് അങ്ങനെ തന്നെയോ എന്ന്. ഈ മീറ്റിംഗിൽ നിങ്ങൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ചുരുക്കകാലം മാത്രം നമ്മളെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഉപ്പിന്റെ ഉള്ളിൽ, അതായത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെ സ്വതന്ത്രമായി ഇവിടെ
നടക്കുവാൻ സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കുവാൻ ദൈവം അനുവദിച്ചു. എന്തിനു വേണ്ടി? ഇതാദ്യം മനസ്സിലാക്കി വേണം മറ്റുള്ള ഈ ലോകത്തിൽ കേൾക്കുന്ന തരംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ. എന്തിനാണ് എന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്? ഇത് മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ കേൾക്കുന്ന അനേക വഴികളെ നാം തെരഞ്ഞെടുത്താൽ നാം അപകടത്തിലായിത്തീരും. ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഇന്ന് 41,000-ത്തിലധികം ഡിനോമിനേഷനുകളുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ പറയുന്നതാണ് ശരി. അപ്പോൾ അത് സത്യമാകണമെന്നില്ല, ശരി ഒന്നേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് അവർക്ക് കോട്ട് ചെയ്യുവാൻ ചില ബൈബിളിലെ വാചകങ്ങളും ഉണ്ട്. എന്നാൽ ഈ സമയം ശരിയായിട്ടുള്ളത് മനസ്സിലാക്കി നാം മൂവ് ചെയ്തില്ല എങ്കിൽ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, ആ അച്ഛൻ അങ്ങനെ പറഞ്ഞു, ഈ മെത്രാൻ ഇങ്ങനെ പറഞ്ഞു, ഈ പാസ്റ്റർ അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ വിശുദ്ധ വേദപുസ്തകം നിന്റെ കയ്യിലും അത് എഴുതിയ ആള് നിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാനാകുന്ന ഈ മാഗ്നിഫിസന്റ് പറഞ്ഞാൽ ഒരു മിഷന് തുല്യമായ ഈ ക്രമീകരണം എന്തിനാണ് ഇതിൻ്റെ ഉടയവനെ ഇറക്കി വിട്ടത്? ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കി പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദൈവദാസന്മാരെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ജീവിതം അപകടത്തിലാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് എൻ്റെ കൂട്ട സഹോദരങ്ങൾ ദൈവദാസന്മാർ. ദൈവദാസന്മാർ ഒരുക്കുന്ന ഒരു ക്രമീകരണം തന്നെ എൻ്റെ ഷാർജയിലുണ്ട്. സ്കൂൾ ഓഫ് മിനിസ്ട്രി എന്നായ പേര്. എന്നിരുന്നാലും കൂട്ടത്തിൽ കാണുന്ന ഭൗതിക അല്ലെങ്കിൽ ആത്മീക ചലനങ്ങളിൽ ചലിക്കരുത് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഓർപ്പിക്കുന്നത്. ആദ്യം യജമാനൻ എന്തിനായി അയച്ചു എന്ന് മനസ്സിലാക്കി വേണം മൂവ് ചെയ്യാൻ. അതുപോലെ ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റും കാണുന്ന ഭാഗങ്ങളിലെ ഭക്തി എന്താണ്, ഇതനുസരിച്ചല്ല മൂവ് ചെയ്യേണ്ടത്. പകരം ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾക്കനുസരിച്ച് വേണം മൂവ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്കറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം ഇതൊരു ഇൻട്രോഡക്ടറി സെക്ഷൻ ആണോ? ഇൻട്രോഡക്ടറി സെക്ഷൻ. ദൈവം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിയിക്കുകയാണ്. ആ സമയം തന്നെ നിങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പ്രിയരെ ഒരു പ്രത്യേക സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. ഇത് എന്തിനാണ് രേഖപ്പെടുത്തിയെന്ന് അറിയാമോ? അത് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കർത്താവായ യേശു വരുന്ന ഒരു രംഗം. ഈ കർത്താവായ യേശു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? എന്താണ് ഉടയവൻ പറഞ്ഞത്? കുഞ്ഞെ, ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഈ ഹോളിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാം രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നവരാണ്. ശരിയാണോ? അല്ലേ? അങ്ങനെയെങ്കിൽ യേശു സഹോദര, സഹോദരി, ദേവദാസിയെ നിങ്ങളുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞു. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 38 മുതലോ അതിന് നമുക്ക് വായിക്കാം. പിന്നെ അവർ യാത്ര പോവുകയും അവൻ ഒരു ഗ്രാമത്തിലെത്തി.
മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയെ കുഴുങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ ഇവിടെ ഉദയവന്റെ ഹൃദയം അറിയാം, സൃഷ്ടാവിന്റെ ഹൃദയം അറിയാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂന്ന് മിനിസ്ട്രിയാണ്. മൂന്ന് മിനിസ്ട്രി. കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ ചെയ്യുന്ന മൂന്ന് മിനിസ്ട്രി നമ്മുടെ കാണാം. ശ്രദ്ധിച്ചോ, അതിന്റെ ഓർഡർ പ്രോപ്പർ അല്ല എങ്കിൽ ചെയ്തതെല്ലാം അപകടത്തിലാണ്. കഥ അവസാനം പറഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ടോ? അവൻ ചെയ്തത് മറിയ ചെയ്തത് അപഹരിക്കപ്പെടത്തില്ല. മറിയ ചെയ്തത് അപഹരിക്കപ്പെടത്തില്ല. മാർത്ത ചെയ്ത രണ്ട് മിനിസ്ട്രി ഉണ്ട്. ഇതിനെ കമ്പയർ ചെയ്തിട്ട് കർത്താവ് ഉടയവൻ പറയുകയാണ്, മറിയ ചെയ്തത് അപഹരിക്കപ്പെടത്തില്ല. നമുക്ക് ഏത് രീതിയിലും പോകാം. ഇതാ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു വരികയാണ്. ഇന്ന് നിന്റെ ഹൃദയത്തിൽ യേശു വന്നിട്ടില്ല എങ്കിൽ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ആ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ആ യേശു ക്രിസ്തു ഇതാ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. പിശാചിന്റെ പിടിയിൽ നിന്ന്, ലോകത്തിന്റെ പിടിയിൽ നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞു. അത് സൗജന്യമാണ്. നമുക്ക് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് അതിൽ പങ്കാളികളായിരിക്കാം. ഈ സമയത്ത് ഈ ശബ്ദപരിധി കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പിശാചിന്റെ പിടിയിൽ നിന്ന്, മരണത്തിന്റെ പിടിയിൽ നിന്ന്, ലോകത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ, യേശുവേ, ഞാൻ എന്റെ പാപങ്ങളെ ഓർത്ത് മനസാന്തരപ്പെടുന്നു, പശ്ചാത്തപിക്കുന്നു, മനം തിരിയുന്നു, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, നിത്യസ്വർഗത്തിലേക്ക് എന്നെ നയിക്കണമേ, എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ അങ്ങയുടെ ആത്മാവിൽ ആശ്രയിക്കുന്നു. യേശുവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു. എന്നാൽ ഇപ്പോൾ സംസാരിക്കുന്നത് പ്രിയരെ, യേശു കടന്നു വന്നതിന് ശേഷം ശുശ്രൂഷ. ഹല്ലേലൂയ. യേശു കടന്നു വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യുകയല്ല നമുക്ക് വേണ്ടത്. യേശുവിന്റെ ഹൃദയം അറിഞ്ഞ് ആ ഒരു കാര്യം നാം ചെയ്യുകയാണ്. യേശു വന്നതിന് ശേഷം ലോകത്തിലോട്ട് നോക്കിയിട്ട് ലോകക്കാര് ചെയ്യുന്നത് പോലെ ചെയ്യരുത്, ലോകത്തിലെ ഭക്തജനം ചെയ്യുന്നത് പോലെ ചെയ്യരുത്. അങ്ങനെ യേശു അകത്ത് വന്നെങ്കിൽ ഈ അവരെ ഇവരെ നോക്കുന്നത് എന്തിനാ? ആ യേശുവിനെ നോക്കിയാൽ പോലെ. ഇതാ ഇവിടെ വെളിപ്പെടുന്ന മൂന്ന് മിനിസ്ട്രി നമുക്ക് കാണാം. യേശു വന്ന ആ സമയം തന്നെ മാർത്ത തന്റെ മിനിസ്ട്രി ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മനസ്സിൽ തിരിക്കുന്ന അവരെ കണ്ണുകളെ അടപ്പിക്കുന്ന ഉറക്കത്തിന്റെ ആത്മാവേ യേശുവിന്റെ നാമത്തിൽ വെട്ടുമാറുക. ജനത്തിന്റെ ഹൃദയം ദൈവ വചനത്തിനായി തുറക്കപ്പെടും. ആത്മാവേ അങ്ങ് പ്രവർത്തിക്കുന്നതിനാണ്.
ഹല്ലേലൂയ. ഇതൊരു ബന്ധനമാണ്. ശ്രദ്ധിച്ചേ, ഞാനിപ്പം ഡിയിലേക്ക് പറഞ്ഞു പോകാം. 9:00 രാത്രി കിടക്കുന്ന ആളാണ് ചിന്തിക്കുക. അങ്ങനെ കിടക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നല്ലൊരു സീരിയൽ ടി വിയിൽ പോകുന്നു, അല്ലെങ്കിൽ അത് ക്രിക്കറ്റ് കളി വരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സംഭവം ചാനൽ നടക്കുകയാണ്. 9:00 കിടക്കേണ്ടത് നിങ്ങൾ അത് 12:30 വരെ 1 മണി വരെയും കണ്ടിരുന്നാലും ഉറക്കം വരുന്നില്ല. എന്നാൽ 9:30 കിടക്കുന്ന നിങ്ങൾ 8:30 ആയപ്പോൾ ചിന്തിച്ചു ബൈബിൾ വായിക്കാം. ബൈബിൾ തുറന്നു 2-3 വരികൾ വായിച്ച ഉടനെ നിങ്ങൾ ഉറങ്ങാനായി. ആ സ്പിരിറ്റിനെ അകത്ത് വെച്ചോണ്ടിരിക്കരുത്. ആ സ്പിരിറ്റിനെ അകത്ത് വെച്ചോണ്ടിരിക്കരുത്. ആരാണോ കൂടെ കൂടിയിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇറങ്ങി കൊടുത്തത്, അവരെ കൈയെടുക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസികളുടെ പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൽ ആർക്ക് ഇടമുണ്ട്? പിശാചിന് ഇടമുണ്ട്. എപ്പോ? ആ വ്യക്തി അനുവദിച്ചാൽ മാത്രം, അല്ലെങ്കിൽ മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന് ഒരു അവകാശവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എതിർത്ത് നിൽപ്പേ, എന്തിനാണ് നിങ്ങൾ ഓടിപ്പോകും? പിശാച് നിങ്ങളെ ഓടിപ്പോകും. കാരണം നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവരെ ഹല്ലേലൂയ. ശ്രദ്ധയോടെ be alert. ഹല്ലേലൂയ. വെളിപ്പെടുന്ന ശുശ്രൂഷ പ്രിയരെ, യേശു വന്നപ്പോൾ മുതൽ ഇതാ മാർത്ത തന്റെ മിനിസ്ട്രി ആരംഭിച്ചു. നല്ലൊരു ശുശ്രൂഷ, നല്ലൊരു ശുശ്രൂഷ വിളിച്ചത്. ഇതാ ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ള ഒരു ഭവനത്തിൽ ഒരു വിശേഷപ്പെട്ട വ്യക്തി വരിക. ആ വ്യക്തി വരുന്നത് പ്രമാണിച്ച് ഭാര്യയും ഭർത്താവും ആ വീട്ടിലുള്ള വ്യക്തികൾ വളരെ ഒരുക്കങ്ങൾ നടത്തി. ചില ദിവസങ്ങൾക്ക് മുമ്പേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാൻ തുടങ്ങി. ഇതാ ആ വ്യക്തി വരുന്നതിന് തലേ ദിവസം വീട്ടിലെ സഹോദരി ഇതാ കുക്കിംഗ് ആരംഭിച്ചു. ചിക്കൻ കൊണ്ട് തന്നെ പല വിഭവങ്ങൾ ഉണ്ടാക്കി, മീൻ കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കി, വെജിറ്റബിൾ വേറെ. പിന്നെ നമ്മളൊക്കെ പതിവുകൾ ഒരുക്കുന്നത് പോലെ ആദ്യം ബ്രെഡും ഇഷ്ടവും ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാക്കി ആ വ്യക്തിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ വ്യക്തി വരുമ്പോഴും ശുശ്രൂഷയാണ്. ആ വ്യക്തി വീട്ടിലേക്ക് വന്നു. ഇതാ അവിടുത്തെ കുടുംബനാഥനുമായിട്ട് സംസാരിച്ചു. ഇതാ ഉടനെ ആ വ്യക്തി പറയുകയാണ്, അന്ന് ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് അറിയാമോ? അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ മാത്രം, എനിക്ക് ഒരു ഗ്ലാസ് ചായ മാത്രം മതി. ആ വീട്ടിലുള്ളവർക്കൊക്കെ നിരാശയായി. ആ വ്യക്തി ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ച് അദ്ദേഹം പോയി സന്തോഷത്തോടെ. അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിലേക്ക് കയറി ആ കസേരയിലേക്ക് ചെന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ട ഉടനെ തന്നെ അവിടുത്തെ ആ കുക്ക് ചെയ്യുന്ന വ്യക്തി അവിടെ സകല കാര്യങ്ങളും കുക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പകരം ബുദ്ധിയുള്ള ആളെന്ത് ചെയ്യും? ബുദ്ധിയുള്ള ആ വ്യക്തി ഒരു വെയിറ്ററായിരിക്കും. എന്നിട്ട് ചോദിക്കും, സാർ എന്താണ് ആവശ്യം? ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഹൃദയം നിറയുന്നത് അതിനെ സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അതിനെ സംസാരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വിശപ്പൊന്നുണ്ടാകും, ബിരിയാണി കഴിക്കാനായിരിക്കും ആഗ്രഹം. നിങ്ങൾ പറയും എനിക്കൊരു
ചിക്കൻ ബിരിയാണി, അല്ല ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു കോഫി മാത്രം കിട്ടിയത്. ഇതറിയാനാണ് ആദ്യം ആ വെയിറ്റ് അടിച്ചു വരുന്നത്. അല്ലാണ്ട് ബുദ്ധിഹീനരെ പോലെ കണ്ടതല്ല അങ്ങ് ചെയ്യുകയല്ല, ചുറ്റും കാണുന്നത് അങ്ങ് ചെയ്യുകയല്ല. ചുറ്റും കാണുന്ന ഭക്തിയുടെ രൂപം ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങളെ ഇവിടെ ഭൂമിയിലേക്ക് അയച്ച ഉടയവൻ എന്താണ് വേണ്ടത് ആദ്യം മനസ്സിലാക്കി അത് ചെയ്യണം. ഇതാ ആ സഹോദരി വളരെ മിനിസ്ട്രിയിലാണ്. ആർക്ക് വേണ്ടിയാ സഹോദരി മിനിസ്ട്രി ചെയ്യുന്നേ? യേശുവിന് വേണ്ടിയാ മിനിസ്ട്രി ചെയ്യുന്നേ. ഇന്ന് അനേകരും ബിസിയാ യേശുവിന് വേണ്ടി. ഇന്ന് അനേകരും ബിസിയാ യേശുവിന് വേണ്ടി. യേശുവിന് വേണ്ടി അതാ വളരെ ആ വിലപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി ആ സഹോദരി ചിക്കന്റെ പല വിഭവങ്ങൾ ഉണ്ടാക്കി, മീൻ കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കി, വെജിറ്റബിൾ കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഇതാ ചുറ്റും കാണുന്ന കാര്യങ്ങൾ കൊണ്ട് യേശുവിന് വേണ്ടി ജനം ബിസിയാ. ബിസി. ആ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ മറന്നില്ല ഒന്ന് ചെയ്യാൻ. ആ ബിസി മിനിസ്ട്രിയുടെ ഇടയിൽ മറന്നില്ല ഒന്ന് ചെയ്യാൻ പ്രാർത്ഥന. ഇതും വളരെ നല്ല കാര്യമാണ്. ഇതും വളരെ നല്ല കാര്യമാണ്. ആ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ടൊരു പ്രാർത്ഥന. യേശുവേ, കണ്ടില്ലേ ഞാൻ ചെയ്തത് കാണുക, അവള് ചെയ്യുന്നത് കാണുക. ഞാൻ അങ്ങേക്ക് വേണ്ടി ഓടുകയാ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഓടുകയാ. മാറിയോട് പറ, എന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ പറ. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് ചോദിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് ചോദിക്കുക. നമ്മൾ കർത്താവിന് വേണ്ടി പോകുമ്പോൾ ഇതാ കർത്താവിന് വേണ്ടി നമ്മൾ ലോകത്ത് പ്രവർത്തിക്കുക. അത് മിനിസ്ട്രിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക. പക്ഷെ ഇതിന് രണ്ടിനും മുമ്പ് വേറൊരു മിനിസ്ട്രി ഉണ്ട്. അത് ചെയ്യാതെ ഈ രണ്ട് മിനിസ്ട്രി ചെയ്താൽ നിങ്ങളെ ഒരു പക്ഷേ ചെയ്തത് മുഴുവൻ തീ അപഹരിച്ചുകൊണ്ടു. ഇതാ കർത്താവ് പറഞ്ഞ് മറിയ വേറൊരു മിനിസ്ട്രി ചെയ്തു. മാത്രം രണ്ട് മിനിസ്ട്രി നല്ലതാ. ഓർഡർ അനുസരിച്ചായിരുന്നു, ഓർഡർ അനുസരിച്ചായിരുന്നു. മാർത്ത കർത്താവിന് വേണ്ടി പോയി കർത്താവിന് മിനിസ്ട്രി ചെയ്യുകയാണ്. നമ്മൾ പലരും ഞാൻ കർത്താവിന് വേണ്ടി വന്നിരിക്കുക. ഈ മിനിസ്ട്രി നല്ലതാ. മറ്റൊന്ന് കർത്താവിനോട് ചോദിക്കുകയാ. പ്രാർത്ഥന. പ്രാർത്ഥന മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്. ചിലരത് വെറും പ്രാർത്ഥനയാവും, ചിലരത് ഇൻഡസ്ട്രി പ്രയർ എന്ന് പേരിടും, ചിലത് ഉപവാസ പ്രാർത്ഥന എന്ന് പേരിടും. പലതിനും പേരുണ്ട്. കർത്താവ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ദൈവത്തിന് അറിയാം. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ നടുവിൽ ഈ രണ്ട് മിനിസ്ട്രി ഇവിടെ നടക്കുമ്പോൾ ഇതാ മൂന്നാമതൊരു മിനിസ്ട്രി. ഇത് കർത്താവിന് വേണ്ടി പോകുന്നതല്ല, കർത്താവിനോട് ചോദിക്കുന്നതല്ല, കർത്താവിൽ നിന്ന് അറിയുന്നതാണ്. കർത്താവിൽ നിന്ന് അറിയുന്ന ഒരു മിനിസ്ട്രി. യജമാനന് എന്താണ് വേണ്ടത് അറിയുന്ന ഒരു മിനിസ്ട്രി. ബുദ്ധിയുള്ള
വെയിറ്റർ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, സാർ എന്താ വേണ്ടത് എന്നതുപോലെ മറിയ യേശുവിന്റെ ഉടയവന്റെ പാദപീഠങ്ങളിലിരുന്ന് ആദ്യം ഉടയവന് എന്നിലൂടെ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ആ മനസ്സിലാക്കിയ കാര്യം വേണം പ്രാർത്ഥനയോട് നീ ലോകത്തിൽ ചെയ്യാൻ. ഓർഡർ തെറ്റിയാൽ ഇതാ സകലതും നഷ്ടമാണ്. ഓർഡർ തെറ്റിയാൽ സകലതും നഷ്ടം. ഒന്നും കൂടി പറയാം. 3 മിനിസ്ട്രി ഇവിടെ കാണാം. ഒന്ന് യേശുവിന് വേണ്ടി പോകുന്ന മിനിസ്ട്രി, മറ്റൊന്ന് യേശുവിനോട് ചോദിക്കുന്ന മിനിസ്ട്രി, മൂന്നാമത്തേത് യേശുവിന്റെ ഹൃദയത്തിൽ അറിയുന്ന മിനിസ്ട്രി. 3 മിനിസ്ട്രി. ഹല്ലേലൂയ. ഒന്ന് യേശുവിന് വേണ്ടി പോകുന്ന മിനിസ്ട്രി, 2 യേശുവിനോട് ചോദിക്കുന്ന മിനിസ്ട്രി പ്രാർത്ഥന, 3 യേശുവിന്റെ ഹൃദയത്തിലുള്ള അറിയുന്ന മിനിസ്ട്രി. ഹല്ലേലൂയ. യേശുവിന്റെ ഹൃദയത്തിലുള്ളത് അറിയാതെ മനുഷ്യന് ആവശ്യമുള്ളത് യേശുവിനോട് ചോദിക്കുകയും മനുഷ്യന് ഇഷ്ടമുള്ളത് ഈ ലോകത്ത് ചെയ്യുകയും ചെയ്താൽ ചെയ്ത് അപഹരിക്കുന്നു. എന്നാൽ യേശുവിനോട് ചോദിച്ചിട്ട് ഉടയവൻ നിന്നെ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് ആക്കി എന്നത് മനസ്സിലാക്കി അത് പ്രാർത്ഥനയോടെ ഈ ലോകത്ത് ചെയ്താൽ ദൈവം അത് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് നിനക്ക് വേണ്ടി ഒരുക്കിയതായതുകൊണ്ട് നീ അത് ഭൂമിയിൽ ചെയ്യുമ്പോൾ അതിനോട് നിന്നെ കോമ്പീറ്റ് ചെയ്യാൻ ഒരുവനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, ഒരുവനും ആ ദൈവപ്രതി തടയാൻ കഴിയാത്തത് കൊണ്ട് നീ ജയം പ്രാപിക്കും. കാരണം യഹോവ ഭവനം പണിത് കഴിഞ്ഞു, നീ നിനക്ക് എളുപ്പം പണിയാം. കിട്ടിയോ? ദൈവം പറയുന്നു, വിദാസന്മാരെ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് ഒരുക്കാൻ പോകുന്നുവെന്നല്ല, ദൈവം അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നല്ല, ദൈവം ഒരുക്കി കഴിഞ്ഞു. ദൈവം ഒരുക്കി കഴിഞ്ഞു. ദൈവം ഒരുക്കി കഴിഞ്ഞത് മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ചാണ്ടിയും കൊമ്പനും ഇതാ ശാരദയും ചെയ്യുന്നത് ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമുക്ക് വേണ്ടി മുന്നെടുക്കുന്നത് മനസ്സിലാക്കി അത് ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചു ശ്രമിച്ചല്ലേ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഉൽപ്പത്തിയിലല്ല, ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെടുക. ഡീറ്റെയിൽ ആയിട്ട് പുറകെ മനസ്സിലാവും. ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഉടയാൻ ഒരുക്കിയിട്ടുണ്ട്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഉടയാൻ ഒരുക്കി കഴിഞ്ഞു. ഇനി ഞാനും നിങ്ങളും പാസ്റ്റർ തൊമ്മനും പാസ്റ്റർ ചാക്കോയും ഇപ്പുറത്തും അപ്പുറത്തും ആളുകൾ ചെയ്യാൻ പോകണ്ട. കാരണം പാസ്റ്റർ ചാക്കോയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടക്കയുടെ ഉള്ളിൽ ദൈവം വെച്ചത് തേങ്ങയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. തേങ്ങയുടെ ഉള്ളിൽ ദൈവം വെച്ചത് ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആപ്പിളിന്റെ ദൈവം വെച്ചത് ഓറഞ്ചിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാനും നിങ്ങളെ ചെയ്തു പറയേണ്ടത് ദൈവം ഓരോന്നും മുന്നൊരുക്കി കഴിഞ്ഞു.
മനസ്സിലാക്കി നാം ചെയ്താൽ പ്രതിഫലമുണ്ട്. അല്ല എങ്കിൽ നാം ചെയ്ത സകല പ്രവൃത്തി ബിസിയാണെന്ന് പറഞ്ഞ് ചെയ്ത സകല പ്രവൃത്തിയിൽ കത്തിപ്പോകും. തീ തന്നെ നമ്മുടെ സകല പ്രവൃത്തിയെ ശോധന ചെയ്യും, അത് അപഹരിക്കപ്പെടും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളെ പണിതിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്റെ മേൽ നമുക്ക് സ്വർണം കൊണ്ടും പണിയാം, വെള്ളി കൊണ്ടും പണിയാം, മരം കൊണ്ടും വൈക്കോൽ കൊണ്ടും പുല്ലും കൊണ്ടും പണിയാം. എന്നാൽ ഇതെല്ലാം തീയിലൂടെ കടത്തിവിടുമ്പോ ഇതാ കുഞ്ഞേ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവരും ഇവരും പറഞ്ഞത് ഇതൊക്കെ ചെയ്ത് നീ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ചെയ്ത പ്രവൃത്തി മനുഷ്യ ഇഷ്ടത്തിൽ നിന്ന് ആരംഭിച്ചത് മുഴുവൻ കത്തിപ്പോകും. എടുത്തെങ്കിലും വായിച്ചു. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. ഏത് പണിയെ തെളിയിക്കും? ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ചതാണോ അതോ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ലോകത്തിൽ നിന്ന് ആരംഭിച്ചതാണോ? ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ത് പ്രവൃത്തി തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യം ദൈവ ഇഷ്ടത്തിൽ നിന്ന് പ്രിയ ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ ചെയ്തതല്ല സ്വർണത്തിന് തുല്യമാണ്. എന്താ പറയും? എന്നാൽ മനുഷ്യത്വത്തിൽ നിന്ന് ചെയ്യുന്നത് മുഴുവൻ പുല്ലിനും വൈക്കോലിനും മരത്തിനും തുല്യമാണ്. ഇത് പ്രവർത്തികളൊക്കെ കൂടി തീയിലൂടെ അങ്ങ് വീഴുമ്പോ വൈക്കോലിന് എന്നാ പറ്റും? കത്തിപ്പോ. പുല്ലിന് എന്നാ പറ്റും? മരത്തിന് എന്നാ പറ്റും? സ്വർണത്തിന് എന്നാ പറ്റും? കൂടുതൽ ശുചിയായി വിലയ്ക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ലോകത്തെ കാണുന്ന മുഴുവൻ കയറി ചെയ്യാതെ ഈ ലോകാനുരൂപതയുടെ ഭക്തി വിട്ടിട്ട് വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലും, അതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വായിച്ച് നിലനിർത്തിപ്പോ. 41,000 ഡിനോമിനേഷൻ ഉണ്ടായതും അത് വായിച്ചു തന്നെയാണ്. എഴുതി ആളുടെ ഹൃദയത്തിൽ പോകും. ആത്മാവിന്റെ സ്വരം കേൾക്കുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ആത്മാവിന്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നോട്ട് ചെയ്തിട്ടോ ഇത് തെറ്റിപ്പോകുന്ന കാലമാണ്. ദൈവാത്മാവിന്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തെറ്റിപ്പോകും. നമ്മളുടെ ശീലമെന്ന് തെറ്റിപ്പോകും. ഒരുപക്ഷെ നിങ്ങൾ ആത്മാർത്ഥമുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ എരിവ് തന്നെ തിരിച്ചത്. ദൈവവചനം പറയുക, അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുപിടിച്ചവരായി. സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുപിടിച്ചവർ ദൈവം അനുഭവിക്കാൻ തന്നതിനെ പലതിനെയും വിലക്കാൻ തുടങ്ങി. ഇത് ആത്മീയത്തിൽ എരിവ് കൂടുകയാണ്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ആത്മീയത്തിൽ ചൂടുപിടിക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിച്ചോളണം, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ ദൈവദാസന്മാരെ, ദൈവജനമേ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ കഴിയില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം സഭകളോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ
കേൾക്കട്ടെ. ഹല്ലേലൂയ. ഇവൻ വചനം വായിച്ചു നോക്കാൻ പോലും എന്നാ പറയുന്നേ. അതിന്റെ അർത്ഥം വചനം വായിക്കണ്ടെന്നല്ല. അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ലെവലാണ് ഈ വചനം വായിക്കുക. വചനം വായിച്ച ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് മനസ്സിലാക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, യേശുവിന്റെ ഇഷ്ടപ്രകാരം ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഈ 3 മിനിസ്ട്രി, ഇന്ന് നിങ്ങൾ മിനിസ്ട്രി ഓർഡർ തെറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് ടുഡേ. ഇന്ന് നിർത്തിയിട്ട് ഓർഡർ അനുസരിച്ച് മിനിസ്ട്രി ചെയ്യുക. ആരെങ്കിലും കണ്ടപ്പോൾ ഒരിക്കലും ബുദ്ധിയുള്ള ഓർഡറുകാരൻ കണ്ണി കട മുതൽ ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുവരത്തില്ല. പകരം ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത് മനസ്സിലാക്കി അത് മാത്രം ഉണ്ടാക്കി. ഇതേപോലെ എന്നെ ദൈവം എന്തിനാണ് ഈ പ്ലാന്റിലേക്ക് അയച്ചതെന്ന് മനസ്സിലാക്കി ആദ്യം ആ ഒരു പ്രവൃത്തി ചെയ്യേ. അതിനായിട്ടാണ് നമ്മളെ മുന്നൊരുക്കിയത്. അതിൽ നമുക്ക് ജയമുണ്ട്. അത് നിലനിൽക്കും നാം ദൈവ ഇഷ്ടപ്രകാരം ചെയ്യും. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിനെ കുറിച്ച് പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം കേൾപ്പിച്ചു. ഹയർ ലെവൽ സ്പിരിച്വൽ കോൺഫിഡൻസ് എന്ന് അങ്ങനെ തന്നെ എഴുതിയപ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇതൊന്ന് ഹയർ ലെവൽ സ്പിരിച്വൽ കോൺഫറൻസ്. പലരും അതിനെ കുറിച്ച് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതിന്റെ ചിന്ത ഇതാണ്. അതിന്റെ ചിന്ത അപ്പൊ ഞങ്ങളൊക്കെ എന്താ ലോവർ ലെവലാണോ സംസാരിക്കുന്നത് എന്നായിരുന്നു പലരുടെയും ചിന്ത. പ്രിയ സഹോദരങ്ങളെ, ആരെ കുറച്ച് കാണിക്കാൻ വേണ്ടിയല്ല, ദൈവാത്മാനെ അനുസരിച്ചതേ ഉള്ളൂ. കാരണം ഇവിടെ പറയുന്നത് ഒന്നും ലോവർ ലെവലുള്ള കാര്യങ്ങളല്ല. ബൈബിള് പറയുന്നു ഇനിയും ലോവർ ലെവലുള്ള കാര്യങ്ങളല്ല, ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കും. ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിപ്പ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ലോവർ ലെവലുള്ള ആളുകളെ അല്ല, നമ്മൾ ലോകത്തിലുള്ള ആളുകളെ അല്ല. നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തു എന്ന കർത്താവ് പറയുന്നത്. ഇനി നിങ്ങൾ ലോകക്കാരാകരുതെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ താഴെ ലെവലുള്ള ആളുകളല്ല, ഉയരത്തിന്റെ സ്വർഗത്തിന്റെ ആളുകളാ. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിന്റെ ആളുകളാ. ഇതുകൊണ്ടാണ് കൊളോസ്യർ 3:1-2 വാക്യം പറയുന്നത്, നമ്മൾ നേരത്തെ ലോകത്തിന്റെ ആളുകളായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ വീണ്ടും ചേർത്തതിന് ശേഷം ഇന്ന് നമ്മൾ ഉയരത്തിലെ ആളുകളാ. അതുകൊണ്ട് ഇനി താഴത്തെ ആളുകളെ പോലെ താഴെയുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലെ ആളുകളെ പോലെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേ. വായിച്ചെടുത്തത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അപ്പൊ ആരാ നമ്മളോട് ഉയരത്തിലുള്ള അന്വേഷിക്കാൻ പറഞ്ഞേ? ദൈവത്തിന്റെ വചനം പറയുന്നത് ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. ഹല്ലേലൂയ. ആരന്വേഷിച്ചാ മതി? നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നു എങ്കിൽ, മനസ്സിലായ കണ്ടീഷൻ ഉണ്ട്. യേശു രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ലോകക്കാരല്ല. ലോകത്തിലായിരിക്കുന്ന ഈ ബോഡി സമത്തേരി പോകാനുള്ളതാ. ഈ ബോഡി ഇട്ടിരിക്കുന്ന സാരിയും ഷർട്ടും ചുരിദാറും പാന്റും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബോഡിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പുരയിടവും വണ്ടിയും അത് സമത്തേരി കടന്ന് അപ്പുറം പോകുന്നില്ല. ഈ ബോഡിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒന്നും ഈ ലോകം വിട്ടു പോകത്തില്ല. പിന്നെ നീ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ മാത്രമേ ഇന്നും നിന്റെ പേരിലുള്ളൂ. നീ പോയി കഴിയുമ്പോഴും അതല്ല ഇവിടെ തന്നെ ഉണ്ടാകും. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല, ഒന്നും ഇവിടെ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യരുടെ ഹൃദയം മുഴുവൻ, ചിന്തകൾ മുഴുവൻ ഇവിടെ കുടുങ്ങിപ്പോയി. കുടുങ്ങിയതല്ല, കുടുക്കിക്കളഞ്ഞു. ഇതാദ്യം മനസ്സിലാക്കണം. എന്നെ കുടുക്കിക്കളഞ്ഞു. എങ്കിലേ ഇതിൽ നിന്നൊരു മോചനം കിട്ടത്തുള്ളൂ.
ഹല്ലേലൂയ. അപ്പോൾ ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കേൾക്കുന്ന ഒരു സ്വരം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്വരം ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോ ചാക്കോയാണ്, ഇതിപ്പോ ഷാജിയാണ്, അല്ലെങ്കിൽ ഇതാ ഒരു മിനിയാണ്, ഇത് ആരെങ്കിലും ആയിക്കോട്ടെ, ആ മിനി ഇങ്ങ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചാക്കോ ഇങ്ങ് വരുന്നതിന് മുമ്പ് ആ ഒരു സ്വരം ഇല്ല. എന്നാൽ ചാക്കോ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്നു, ലേഖമുണ്ട്, ഏതോ ഒരു ചിത്രത്തിൽ കാണാം. ഇവിടെ ചാക്കോ ജനിച്ചപ്പോൾ മുതൽ ഒരു സ്വരം ആരംഭിച്ചു. എങ്ങനെയാണോ? ഇറ്റ്സ് മൈൻ, ഇറ്റ്സ് മൈൻ, ഇറ്റ്സ് മൈൻ. ഇതെന്റേതാ, ഇതെന്റേതാ, ഇതെന്റേതാ. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. അത് വലുതായിട്ട് സ്ക്രീനിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ഒരു കുഞ്ഞിന്റെ ജനനമാണ്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചു, ഇത് ആ കുഞ്ഞ് വളർന്നു മരിച്ചു ശവപ്പെട്ടിയിലായി. ഇതിന്റെ ഇടയിൽ ഒരു അപ്പുറം ഇപ്പുറം സൈലന്റ്. നിങ്ങൾക്കറിയാം, അപ്പുറം ഇപ്പുറം സൈലന്റ്, സൈലന്റ്. അത് ആ കുഞ്ഞ് ജനിച്ചപ്പോ മുതല് അവൻ ആദ്യം പറഞ്ഞ ഇറ്റ്സ് മൈൻ എന്നുള്ളത് ഏതോ ടോയ്സിനാണ്, ഏതോ കളിപ്പാട്ടത്തെ പറഞ്ഞു. ഇല്ല എന്റേതാ, ആയിരിക്കാം, ഇത് എന്റേതാ, ഈ പാവ എന്റേതാ, ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എന്റെ ചേച്ചിക്കും കൊടുക്കത്തില്ല, എനിക്ക് ചുറ്റുമുള്ള ആർക്കും ഒരു കൂട്ടുകാരൻ ഞാൻ കൊടുക്കത്തില്ല. ഇറ്റ്സ് മൈൻ, ഇത് എന്റേതാ. അത് അങ്ങ് തുടങ്ങി വളർന്നപ്പോ അങ്ങ് കൂടാൻ തുടങ്ങി. ഇതെന്റേതാ, ഇതെന്റേതാ, ഇതെന്റേതാ. ആ സ്വരം നേരത്തെ ഉണ്ടായില്ല. 1970 ജനിച്ചെങ്കിൽ 69 ഉണ്ടായില്ല. ചാക്കോ തുടങ്ങി ഇസ്മായിൽ, ഇസ്മായിൽ, ഇതെന്റേതാ, 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 വിട്ടുകൊടുക്കത്തില്ല, എന്റേതാ, ഇത് തരണേ, ഇത് തരണേ, ഇത് തരണേ. ചാക്കോ മരിച്ചു. അവരുടെ ഇതെന്റേതാണെന്ന പരിപാടി അവസാനിച്ചു. ഇതെന്റേതാണെന്ന പരിപാടി നിശബ്ദമായി. ചാക്കോന്റെ മോഹം തുടങ്ങി ഈ പരിപാടി. ഇതെന്റേതാ, 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 ഇതെന്റേതാ. ചാക്കോന്റെ മോനും മരിച്ചു, അതോടെ കഴിഞ്ഞു. ഈ ചാക്കോന്റെ മോഹം തുടങ്ങി ഈ പരിപാടി. ഇതെന്റേതാ, ഇതെന്റേതാ, ഇതെന്റേതാ. ഇതിൽ കുടിക്കുകയല്ലേ കുഞ്ഞെ, ഈ ചിന്തയിൽ കുടിക്കുകയല്ലേ. ഇതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം നമ്മുടെ ഉടയവനായ ദൈവത്തിൻ്റെതായി മുഴുവൻ നമ്മളെ തൽക്കാലത്ത് ഏൽപ്പിച്ചതിനുള്ളൂ. വിശ്വസ്തന്മാരായ കാര്യസ്ഥന്മാരായ അവിടെ ചെന്നാൽ പ്രിയരെ നമുക്ക് പ്രതിഫലം കിട്ടും. അതാണ് നമ്മുടേത്, ഇതല്ല. ഹലോ, ഇവിടെ ഉള്ളതല്ല, താഴെയുള്ളതല്ല നമ്മുടേത്, ഉയരത്തിലുള്ളതാ. അതുകൊണ്ടാ പറഞ്ഞേ, മക്കളെ സുബോധമുള്ളവരായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. അതുകൊണ്ടാണ് ഇതിന് ബൈബിൾ കോൺഫറൻസ് പേരിട്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, നമ്മളുടെ അവകാശം മുഴുവൻ, നമ്മളുടെ വിളി മുഴുവൻ ഉയരത്തിലാണ്. ഉയരത്തിൽ. ഫിലിപ്പിയർ 3-ാം അധ്യായം. ഓൾറെഡി ഈ ലോകത്തിൽ കർത്താവിന്റെ അപ്പസ്തോലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് പറയുക, സഹോദരങ്ങളെ, ഞാൻ പ്രാപിച്ചു കഴിയുന്നതല്ല. നിങ്ങൾ പലരും പറയുന്നു ഇറ്റ്സ് ഫിനിഷ്ഡ് എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ പ്രാപിച്ചു കഴിയുന്നതല്ല, പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. ഞാൻ ഓടുന്നതേ ഉള്ളൂ. 13-ാം അധ്യായം 13-14 വാക്യം. പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. അത് എവിടത്തെയാ? ഇവിടത്തെ വല്ല സ്ഥാനമാണോ? ഒരു ഓവർസിയറുടെ സ്ഥാനമാണോ? അതോ ഒരു സെൻട്രൽ പാസ്റ്ററുടെ സ്ഥാനമാണോ? അതോ അമേരിക്കൻ ഐക്യനാടുകളുടെ ശുശ്രൂഷകളുടെ സ്ഥാനമാണോ? പിന്നെ എന്താ പൗലോസേ, അങ്ങ് അപ്പസ്തോലനല്ലേ, പിന്നെ എന്തിനാ ഓടുന്നേ? അദ്ദേഹം പറയാ, ഇത് ഇവിടത്തെ ഈ ലോകത്തിലെ